കാണാനായിട്ട് ഇടയായത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗം ഒന്ന് ഓർപ്പിക്കാന്ന് ഓർക്കുന്നു. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ പ്രത്യേകമായിട്ട് അനൗൺസ് ചെയ്തതുപോലെ നമ്മൾ ഇലക്ഷന്റെ കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഈ വെള്ളിയാഴ്ച തുടങ്ങി നമ്മളെല്ലാവരും സൂമിലും ആണെന്ന് വിചാരിക്കുന്നു, സൂമിൽ കൂടുകയാണ്. അപ്പോൾ ഈ ആഴ്ച തുടങ്ങി നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് ഉള്ള ആഴ്ച വരെ, റിസൾട്ട് വന്നിട്ടുള്ള ആഴ്ച വരെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസ് അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ദൈവഹിതം എന്താണോ അത് നിർവഹിക്കട്ടെ, പക്ഷേ നമുക്ക് സാവധാനതയോടെ ദൈവഭക്തിയിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ തന്നെ ജീവിക്കാൻ പ്രയാസമായി വരും. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ജോലി ചെയ്യുവാനും അതുപോലെ യാത്ര ചെയ്യുവാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ദുർഘടമായിരിക്കുന്ന കാലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സീരിയസ്നെസ് എപ്പം മനസ്സിലാവും എന്ന് ചോദിച്ചാൽ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. ജാർഖണ്ഡിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ളതായിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവര് ഇപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കേൾക്കുന്ന എല്ലാവരും, സൂമിലും ഇവിടെയുമായിട്ട് കേൾക്കുന്ന എല്ലാവരും കർശനമായി തീർച്ചയായിട്ടും സ്വന്തം പ്രാർത്ഥനയിലും വീട്ടുപ്രാർത്ഥനയിലും അതുപോലെ നമ്മൾ കൂടുന്നതായിരിക്കുന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനയിലും എല്ലാം ആ കാര്യം ഓർത്ത് വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം എന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എൽഡേഴ്സ് എല്ലാവരും ആ കാര്യത്തിൽ വളരെയധികം കൺസേൺഡ് ആണ് എന്ന് ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്ലാസ് കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സോ നോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം. അത് ഇപ്പം മാത്രമല്ല, ഇനി വരുന്ന ആൾക്കാർക്കും അത് ബാധകമാണ്. അവർ ഈസി ആയിട്ട് ക്ലാസ് എടുത്തൊക്കെ പോകാൻ നമ്മൾ സമ്മതിക്കരുത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം എന്ന് വളരെ പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കാതെ വളരെ സന്തോഷം. രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ വന്നത്, രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ വളരെ വേഗം ആ വിഷയം ഒന്ന് ഓർപ്പിക്കാം. ചില നിമിഷങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഒന്ന്, പഴയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. പഴയ നിയമത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണം, ഒന്ന്, സഭ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ അതില്ല. പഴയ നിയമത്തിൽ അതില്ലാത്തത് കൊണ്ട് പിന്നെ സഭയുടെ ഉൾപ്രാവണം എന്ന് പറയുന്ന വിഷയവും പഴയ നിയമത്തിലില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മള് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അവിടെ ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നുള്ളത് പഴയ നിയമത്തിലും അതിന് സമാനമായിരിക്കുന്ന ഒരു ഭാഗം ഹോശേയ പ്രവചനത്തിലുണ്ട്. ഹോശേയ പ്രവചനത്തിൽ അവിടെ ഹേ മരണമേ, അവിടെ ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അവിടെ ഹേ മരണമേ നിന്റെ ബാധകൾ എവിടെ, ഹേ മരണമേ നിന്റെ സംഹാരം എവിടെ എന്ന് രേഖപ്പെടുത്തി. രണ്ടും ഹോശേയ പ്രവചനത്തിന്റെ കൊട്ടേഷൻ അല്ല കൊരിന്ത്യർ ലേഖനത്തിൽ. അത് രണ്ടും ഡിഫറെന്റ് ആണ്. എങ്കിലും അതിനോട് ഏതാണ്ട് സാമ്യമുള്ളതായിരിക്കുന്ന ഒരു ഭാഗമാണ് കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹോശേയ പ്രവചനത്തിൽ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവോ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ സഭയുടെ പുനരുത്ഥാനമോ അതിനകത്തുണ്ട് എന്ന് വിചാരിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുകയില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് ഓർപ്പിക്കാം. ഒന്ന്, കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയുന്നതായിരിക്കുന്ന ഭാഗം, അത് വാസ്തവത്തിൽ നമ്മൾ സാധാരണഗതി ചിന്തിക്കുന്നത്, നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നാം മരണത്തെ നോക്കിയിട്ട്, നമ്മുടെ ശാരീരികമായ മരണത്തെ നോക്കിയിട്ട് നമ്മൾ വെല്ലുവിളിക്കുന്നതാണ് എന്നാണ് ചിന്തിക്കുന്നത്. അത് വാസ്തവം തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർത്തു നോക്കിയാൽ എല്ലാവർക്കും, വിശുദ്ധന്മാർക്കും വിശുദ്ധന്മാരല്ലാത്ത പാപികളും സകല മാനവജാതിക്കും മരണത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അല്ലേ? അതില്ലാത്ത ആരുമില്ല, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. അത് നമുക്ക് മാത്രമുള്ളതല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിൽ വാസ്തവത്തിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് രണ്ടാം മരണത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ
അവര് രണ്ടാം മരണത്തെ നോക്കിയിട്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറയുന്നത്. പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പക്ഷെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും എന്ന് പറയുന്നതായിരിക്കും ഭാഗം. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ കാണുന്നില്ല. അവർക്ക് രൂപാന്തരം നമ്മൾ കാണുന്നില്ല. അത് സഭയ്ക്ക് മാത്രം, അഥവാ വിശ്വാസികൾക്ക് മാത്രമുള്ളതാ. അവരെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ വിശുദ്ധന്മാർ അഥവാ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് അവര് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷമുള്ളതായിരിക്കും യഹൂദന്മാർ. അവർ മില്ലീനിയത്തിലേക്ക് അവർ കടക്കും എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ഒരു രൂപാന്തരം സഭയ്ക്കുള്ളതുപോലെ ഒരു രൂപാന്തരം അവർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരു കാര്യം കൂടി ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് കൊട്ടേഷൻ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ പുതിയ നിയമം വ്യാഖ്യാനം ചെയ്യുമ്പോൾ വേണമെങ്കിൽ പഴയ നിയമത്തിലെ അർത്ഥം എന്താണ്, അത് ആപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് വേണമെങ്കിൽ പരിശോധിച്ച് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ തിരിച്ച് പഴയ നിയമം വ്യാഖ്യാനം ചെയ്യുമ്പോൾ പുതിയ നിയമത്തിലെ അർത്ഥം നമ്മൾ പഴയ നിയമത്തിൽ കൊണ്ടുവരാനായിട്ട് സാധ്യമാകുകയില്ല. അത് നമ്മൾ ഓർത്തോണം. വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ പഴയ നിയമ ഭാഗങ്ങൾ വ്യാഖ്യാനം ചെയ്യുവാനായിട്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുക. ഒരു കാര്യം കൂടെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അത് ഏത് പ്രവചനം പഠിച്ചാലും അങ്ങനെ പഠിക്കാനായിട്ട് നമുക്ക് ഇന്ന് ധാരാളം കമന്ററികളും അതുപോലെ തന്നെ പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളും കമന്ററികളും നമ്മൾ നോക്കുമ്പോൾ അത് രചിച്ച ആൾക്കാരുടെ അവരുടെ പൊസിഷൻ എന്താണ്, വാട്ട് ദേ ലേൺ ഓർ വാട്ട് ദേ ടീച്ച്, അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അനേകര് നമ്മുടെ വിശ്വാസം നമുക്കറിയാം, അത് നമ്മൾ ഡിസ്പെൻസേഷണൽ പ്രീ മില്ലേനിയലിസ്റ്റ് എന്നാ നമ്മളെ കുറിച്ച് പറയാം. യുഗപരമായിട്ട് പ്രീ മില്ലേനിയലിസ്റ്റ്, അതാണ് നമ്മൾ ബ്രദറൻ വിശ്വാസികൾ സാധാരണ നമ്മെ കുറിച്ച് തന്നെ പറയുന്നത്. എന്നാൽ അതല്ലാതെ അമില്ലേനിയൽ എന്ന് വെച്ചാൽ 1000 ആണ്ട് വാഴ്ച ഇല്ല എന്ന് പറയുന്നവര്, പോസ്റ്റ് മില്ലേനിയൽ, ഹിസ്റ്റോറിക് പ്രീ മില്ലേനിയൽ, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അവരൊക്കെ അതിൽ മിക്കവരും ഇസ്രായേലിന്റെ പിന്തുടർച്ചയാണ് സഭ എന്ന് വിശ്വസിക്കുന്നവരാ. അവരുടെ വ്യാഖ്യാനം നാം എടുത്താൽ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളൊക്കെ തന്നെ അവര് തെറ്റിച്ചായിരിക്കും വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തോണം. അപ്പോ കമന്ററികൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം വായിക്കാൻ. വളരെ പരിചയമുള്ളതായിരിക്കും, വളരെ നമുക്കറിയാവുന്ന, ഉദാഹരണത്തിന് വില്യം മാക്ഡൊണാൾഡ് ഇംഗ്ലീഷ് കമന്ററികളിൽ വായിക്കുമ്പോൾ വില്യം മാക്ഡൊണാൾഡ്, അയൺ സൈഡ്, അതുപോലെ സ്കോഫീൽഡ്, ഗബേലിയൻ തുടങ്ങിയതായിരിക്കുന്ന അനേക ദൈവദാസന്മാരുടെ കമന്ററി ഉണ്ട്. മലയാളക്കരയിൽ തന്നെ നമുക്കറിയാം KG കുര്യൻ, KV സൈമൺ സാറിന്റെ കമന്ററി ഉണ്ട്, KG തോമസ്, അങ്ങനെ അനേകരുടെ കമന്ററികളൊക്കെ നമുക്ക് മലയാളത്തിൽ ലഭിക്കും. അത് മാത്രമേ നമ്മൾ നോക്കാവൂ. അല്ലാതെ ആരെങ്കിലും നോക്കിയാൽ, ഞാൻ അടുത്തിടയ്ക്ക് ഈ വിഷയത്തുള്ള ബന്ധത്തിലുള്ള സഹോദരൻ എന്നെ കാണിച്ചു, മലയാളക്കരയിലുള്ളതായിരിക്കുന്ന ഒരാളുടെ കമന്ററി, ഹോശയ പ്രവചനം. അദ്ദേഹം എക്സ്ക്ലൂസീവ് ബ്രദറിലായിരുന്നു ആദ്യം, പിന്നീട് അവിടെ നിന്ന് പിന്നെ എവിടെയോ പോയി, പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കാലത്ത് അദ്ദേഹം നമ്മുടെ ഇടയിലുള്ള ഒരു വലിയ സഭയിൽ ചെന്ന് ഞാൻ അവിടെ കൂടിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ വേണ്ട എന്ന് പറഞ്ഞു. താനിപ്പോൾ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം എഴുതിയൊരു കമന്ററി ഉണ്ട്. അത് ഒക്കെ, അങ്ങനെയുള്ള കമന്ററികളൊന്നും നമ്മൾ വായിച്ചാൽ നമുക്ക് വളരെ തെറ്റായ കാര്യം ചിന്താഗതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് ഇടയാകും. അങ്ങനെ വന്നാൽ പിന്നീട് തിരുത്താനായിട്ട് നമുക്ക് വളരെ പ്രയാസമാണ്. അത് ഒരു കാര്യം. അതുകൊണ്ട് അത് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. പഴയ നിയമത്തിൽ സഭയെക്കുറിച്ചോ സഭയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ പഴയ നിയമത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം ചോദിച്ചത്, ഈസ് ദെയർ എനി പ്രോഫസി ടു ബി ഫുൾഫിൽഡ് ഇൻ ദിസ് ചർച്ച് ഏജ്? സഭാ കാലയളവിൽ ഏതെങ്കിലും പ്രവചനം അത് നിവർത്തിക്കാനുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്, അല്ലെ അതിന്റെ ആൻസർ നോ എന്ന് തന്നെയാണ്. സഭാ കാലയളവിൽ ഒരു പ്രവചനവും നിവർത്തിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അയൺ സൈഡ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു എഴുന്നേൽപ്പിനോടുകൂടി the clock of prophecy ticking has stopped എന്ന ticking of the clock of prophecy എന്ന ക്ലോക്കിന്റെ ആ ടിക്കിംഗ് അത് നിന്നുപോയി എന്നുള്ളതാണ്. അത് ഇനി ആരംഭിക്കുന്നത് വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനോട് കൂടിയാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടൊരു ചോദ്യം കഴിഞ്ഞ ആഴ്ച ചോദിച്ചാൽ വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് AD 70 നടന്നതായിരിക്കുന്ന ആ സംഭവം, അത് വാസ്തവത്തിൽ സഭായുഗത്തിൽ സംഭവിച്ചൊരു കാര്യമാണല്ലോ. അത്
സഭായുഗത്തിൽ സംഭവിച്ചതായതുകൊണ്ട് അതൊരു പ്രോഫസി നിവർത്തീകരണമല്ലേ എന്ന് ചോദിച്ചാൽ നിവർത്തീകരണമാണ് എന്നാണ് അതിന്റെ ആൻസർ. പ്രോഫസി നിവർത്തീകരണം തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രോഫസി ഇനി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, യഹൂദിനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ അത് തുടർമാനമായി നടന്നുകൊണ്ടേയിരിക്കും. യഹൂദിനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ അതിന് അവസാനമുണ്ടാകുന്നില്ല. നാം ആണ് ഇന്ന് ദൈവജനം. ഒരു കാലഘട്ടത്തിൽ ദൈവജനം എന്ന് പറയുന്ന യഹൂദനായിരുന്നു, എന്നാൽ നാം ഇന്ന് സഭയാണ് ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത്. ആ നിലയിൽ യഹൂദൻ ഇന്ന് ദൈവത്തിന്റെ ജനത്തിന്റെ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതല്ല. പക്ഷേ അപ്പോഴും യഹൂദൻ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ജനം തന്നെയാണ്. അവരുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ എല്ലാ പ്രോമിസസും അത് അങ്ങനെ നിവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, അതുകൊണ്ടാണ് ഇന്നും ഇത്രയും കാലമായിട്ടും യഹൂദൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സമൂഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാത്ത, അല്ലെങ്കിൽ അവർ എന്നേ മാറ്റപ്പെട്ടു പോകേണ്ടതാണ്. കാര്യം കേരളത്തെക്കാൾ പകുതിയുള്ളതായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കേരളത്തിന്റെ പകുതിയുള്ള ആകെ ഏരിയ. ആ ഇസ്രായേൽ ലോകത്തെ മുഴുവൻ എതിർത്ത്, ഇന്ന് നമുക്കറിയാം, ഇന്ന് നടക്കുന്ന ആ യുദ്ധത്തിൽ പോലും ലോകത്തെ മുഴുവൻ എതിർത്ത്, UN പോലും എതിർത്തിട്ടാണല്ലോ അവര് തങ്ങളുടെ യുദ്ധം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും കഴിവുള്ളതായിരിക്കുന്ന, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സമൂഹമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദൈവമാണ് അവരെ നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വാസ്തവത്തിൽ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ദൈവമാണ് അവരുടെ യുദ്ധങ്ങളെ നയിച്ചത് എന്ന് നമ്മൾ കാണാനിടയായി. അതുപോലെ തന്നെ യഹൂദനെ സംബന്ധിച്ചുള്ള ദൈവമാണ് തന്റെ പദ്ധതികളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരും. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ യഹൂദനുള്ള ബന്ധത്തിൽ അത് അങ്ങനെ തുടരും എന്നുള്ളത് ഒരു വശം. രണ്ടാമത്തെ വശം AD 70 നടന്നതായിരിക്കുന്ന അത് വാസ്തവത്തിൽ ദൈവവചനത്തിൽ നമുക്കറിയാം, ഈ 9-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ തന്നെ അതിനെക്കുറിച്ച് ഉണ്ട്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവിടെയും ആ ദേവാലയത്തെ നോക്കിയിട്ട് അത് കല്ലിന്മേൽ കല്ലില്ലാതെ അത് തകർന്നു പോകും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രവചന നിവൃത്തീകരണമാണ്. പക്ഷെ നമ്മൾ പറയും പ്രവചനങ്ങളൊന്നും നിവൃത്തീകരിക്കാനില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വിഘാതമായിട്ട് ഒരു പ്രവചനവും ഇല്ല എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു വരവിന് വിഘാതമായിട്ട് ഒരു പ്രവചനവുമില്ല. ഈവൻ AD 70 പ്രവചനം പോലും കർത്താവായ യേശു ക്രിസ്തുവിന് വരവിന് അതിനു മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന് വരാമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അപ്പോസ്തലൻ പൗലോസ് തന്റെ മരണം AD 64-65 ഏതാണ്ട് 5 വർഷത്തിന് മുമ്പാണ് അപ്പോസ്തലൻ പൗലോസ് മരിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് നമുക്കറിയാം തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ മരിച്ചവർ മുമ്പ് ഉയർക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം എന്ന് പറയാം. അപ്പൊ അപ്പോസ്തലൻ പൗലോസ് എന്താ വിചാരിച്ചത്? തന്റെ ജീവിതകാലത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തു വരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് AD 70 ആയിട്ടില്ല, ആ പ്രവചനം നിവർത്തിച്ചിട്ടില്ല. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത നിമിഷം മുതൽ ഇന്ന് വരെ ഒരേപോലെ തന്നെയാണ് അതിന് സാധ്യത എന്നുള്ളതാണ്. അതിന് സാധ്യത നമുക്ക് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കൂടുതലാണെന്ന് പറയാം. ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏത് നിമിഷവും കർത്താവായ യേശു ക്രിസ്തുവിന് വരാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. നമ്മൾ അനേക ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അത് വാസ്തവത്തിൽ അന്ത്യനാള് എന്ന് നമ്മൾ ബൈബിളിൽ പറയുന്നത്, അത് ആരംഭിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം തുടങ്ങിയുള്ളതായിരിക്കുന്ന കാലയളവ് മുഴുവൻ തന്നെ അന്ത്യനാൾ എന്ന് പറയുന്നതായിരിക്കുന്ന ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നതായിരിക്കുന്ന ആ പീരീഡിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അന്ത്യനാൾ എന്ന് പറയുമ്പോൾ 2024 കുറിച്ചല്ല ചിന്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത നിമിഷം മുതൽ തന്റെ വരവ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ ലാസ്റ്റ് ഡേയ്സ് അഥവാ അന്ത്യനാള് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് വിഘാതമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. ആയിക്കോട്ടെ. ഉയർപ്പ് എപ്പോഴായിരിക്കും? വാസ്തവത്തില് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും തന്നെ, ചോദ്യം ഇതായിരുന്നു, സൂമിലുള്ളവർ കേൾക്കാൻ സാധിച്ചു കാണത്തില്ല, പഴയ നിയമ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴായിരിക്കും?
അതെവിടെ വെച്ചായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. വാസ്തവത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് മുൻപിൽ കണ്ടിട്ടുണ്ട്. ഇയ്യോബ് പറയുന്നു, ഞാൻ ദേഹസഹിതനായി കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണും എന്ന് ഇയ്യോബ് പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും തന്നെ ഒരു ദൈവത്തെ മുഖാമുഖം കാണാൻ സാധിക്കും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വാസ്തവത്തിൽ ദൈവവചനത്തിൽ വ്യക്തമായി നമുക്ക് ഇതാണ് എന്ന് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് രണ്ട് അഭിപ്രായമാണുള്ളത്. ഒരു വാക്യങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നമ്മൾ ഈ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കണം: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്നൊരു വാക്യമുണ്ട്. അവിടെ നമ്മൾ 12-ാം അധ്യായം നമ്മൾ നോക്കിയാൽ അവിടെ വാസ്തവത്തിൽ ഈ പീഡനകാലത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും, ചിലർ നിത്യ ജീവനായും ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും എന്ന് പറയുന്നുണ്ട്. അത് അവിടെ അതിന് മുമ്പ് തന്നെ കഷ്ടകാലം ഉണ്ടാകും എന്ന്, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും എന്നൊരു വാക്യം ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലുണ്ട്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കോട്ട് ചെയ്യുന്നതായിരിക്കുന്ന വാക്യം 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളാണ്. അവിടെ തന്നെ നമുക്കറിയാം ഒരു മഹാകഷ്ടം ഉണ്ടായിട്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് പഴയ നിയമ വിശുദ്ധന്മാർ പീഡനകാലത്തിന്റെ അവസാനം, പീഡനകാലം കഴിയുമ്പോൾ, പീഡനകാലത്തിലൂടെ മരിച്ച വിശുദ്ധന്മാർ അതിന് മുമ്പല്ല, പീഡനകാലത്തിന് ശേഷം. നമ്മൾ പീഡനകാലത്തിന് മുമ്പും അവർ പീഡനകാലത്തിന് ശേഷവും, എന്നാൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് അവർ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ ഒരുപാട് വാക്യങ്ങളൊന്നുമില്ല, അവർ വിശ്വസിച്ചിരുന്നു എല്ലാവരും തന്നെ. പക്ഷേ 12-ാം അധ്യായത്തിന്റെ ഈ വാക്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ എടുത്ത് ഉദ്ധരിക്കുന്നതായിരിക്കുന്ന വാക്യം. 12-ാം അധ്യായം, അത് കൂടുതലായിട്ട് നമ്മൾ 12-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. ഒരു ചോദ്യം കൂടെ. ഈ അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ആ ആദിമസഭയിലുള്ള യഹൂദന്മാർ, അവര് എപ്പോഴായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്? അവര് സഭയുടെ കൂടെ ഉൽപ്രാപണം പ്രാപിക്കുമോ, അതോ അവർ അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള യഹൂദന്മാരായിട്ടുള്ള വിശ്വാസികൾ, ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചിട്ടുള്ള വിശ്വാസികൾ, അവര് സഭയോടൊപ്പം ഉൽപ്രാപണം പ്രാപിക്കുമോ, അതോ അവര് യഹൂദരായിട്ടുള്ള പഴയ നിയമ വിശുദ്ധന്മാരുടെ കൂടെ ഉയർപ്പ് പ്രാപിക്കുകയുള്ളൂ? അത് എന്താന്ന് ചോദിച്ചാല്, സഭ രൂപീകൃതമായ നിമിഷം തുടങ്ങി കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ നിമിഷം തുടങ്ങി നമ്മൾ പിന്നെ നമുക്കറിയാം 50-ാം ദിവസമാണ് സഭ രൂപീകൃതമാകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശേഷം, അതിന് സഭ രൂപീകൃതമായതിനു ശേഷമുള്ളതായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും, അവിടെ പിന്നെ യഹൂദനും യവനനും എന്നുമില്ല, ദാസനും സ്വതന്ത്രനും ഒന്നുമില്ല, ആരും വ്യത്യാസമില്ല. അവിടെ അപ്പോസ്തലന്മാരെ നമ്മൾ യഹൂദന്മാര് എന്ന നിലയിലല്ല, യഹൂദന്മാരാണെന്നുള്ള വസ്തുതയാണ്, പക്ഷെ അവരെല്ലാവരും വിശ്വാസികളാണ്. അവർക്കെല്ലാം ഒരു ഉയർപ്പേ ഉള്ളൂ. അതിനു മുമ്പ് മരിച്ചവരായിരിക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പം പഴയ നിയമ കാലഘട്ടം തന്നെ, പുതിയ നിയമമായിട്ടില്ല. പുതിയ നിയമമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം, അതിന് ഉയർത്തെഴുന്നേൽപ്പ് വരുമ്പോഴാണ്. അതിനുശേഷമേ നമുക്ക് നീതീകരണം ലഭിക്കത്തുള്ളൂ. അതിനു മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെയാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മുടെ നീതീകരണത്തിന് ഉയർത്തെഴുന്നേറ്റും ഇരിക്കുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ബന്ധത്തിൽ മാത്രമേ നമുക്ക് നീതീകരണം ലഭിക്കുന്നുള്ളൂ. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൽ മരിക്കുന്ന എല്ലാവരും തന്നെ, അവർക്ക് പിന്നെ യഹൂദൻ എന്നോ യവനനോ എന്നൊരു വ്യത്യാസം പിന്നെ ഇല്ല. അത് തീർന്നു, അതോടെ തീർന്നു. ഒരു ചോദ്യം കൂടെ. മറുരൂപ മലയിലെ കർത്താവിന് മോശയും ഏലിയാവും കർത്താവിന് പ്രത്യക്ഷമായി കർത്താവിനെ ശക്തിപ്പെടുത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻസ് നമുക്കറിയാമല്ലോ. ഈ പഴയ നിയമ വിശുദ്ധന്മാര് പീഡനകാലത്തിന് ശേഷമാണ് ഉയർക്കുന്നതെങ്കിൽ മോശയും ഏലിയാവും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി കർത്താവിന് അന്ന് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്?
അത് ഒരു വലിയ ചോദ്യമാണ്. അതിന്റെ വാസ്തവത്തിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടെ, വലിയ കൃത്യമായുള്ള ഉത്തരം എന്തുകൊണ്ടാണ് അവർ വന്നത്. പക്ഷെ നമുക്കറിയാം ഏലിയാവ് നമ്മൾ സാധാരണ മരിക്കുന്ന പോലെ മരിച്ച ആളല്ല. പിന്നെ വാസ്തവത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചിന്തിക്കാനായിട്ട് സാധ്യമാകില്ല. കാര്യം പിന്നീട് നമുക്കറിയാം, നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 2 സാക്ഷികളുടെ ബന്ധത്തിൽ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അപ്പോ 2 സാക്ഷികൾ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമുക്ക് ഇവരെന്തുകൊണ്ടാണ് അവര് വന്നത് എന്നുള്ളത് നമുക്ക് അത്ര കൃത്യമായിട്ട് പറയാനായിട്ട് ദൈവവചനത്തിൽ നമുക്ക് വാക്യങ്ങളില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാ എന്താ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം, അവർ തേജസ്കരിക്കപ്പെട്ട കർത്താവിന് അനുരൂപരായ ആ ഒരു അവസ്ഥയിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവരൊരു മാനുഷിക അവസ്ഥയിലല്ല. നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ കർത്താവ് വരുമ്പോൾ നമ്മളും നമ്മുടെ ഈ ജഡശരീരം രൂപാന്തരപ്പെടും, കർത്താവിന് സമമായിട്ടുള്ള ശരീരമാകും. അതേപോലെ കർത്താവിന് സമമായിട്ടൊരു ഒരു ശരീരത്തോട് അല്ലെങ്കിൽ ഒരു പ്രകൃതിയോട് കൂടിയാണ് ഏലിയാവും മോശയും അന്ന് കർത്താവിന് പ്രത്യക്ഷപ്പെട്ട് കർത്താവിനെ ശക്തിപ്പെടുത്തിയത്. അപ്പൊ അത് എങ്ങനെയാണ് അവരെങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നില്ല ദൈവവചനത്തിൽ എവിടെയെങ്കിലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. പുതിയ നിയമം ആഗമനം അരിച്ചു പറക്കിയാൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് അവര് വന്നത് എന്നുള്ളത് നമുക്കറിയാം. ഏലിയാവ് എടുക്കപ്പെടുകയായിരുന്നു. മോശയെ സംബന്ധിച്ച് മോശ മരിച്ചു അടക്കപ്പെട്ടു, അത് ദൈവമാണ് അടക്കിയത്. അപ്പൊ എവിടെയാണ് അടക്കിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. അപ്പൊ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയത്തില്ല. അറിയാത്തത് നമുക്ക് അറിയത്തില്ലെന്ന് ഓർത്താൽ മതി. പക്ഷേ ജനറലി നമുക്കൊരു കാര്യം അറിയാം. എന്നാ പിന്നെ എന്തുകൊണ്ട് അബ്രഹാം വന്നില്ല, മറ്റ് ഒരുപാട് പിതാക്കന്മാരുണ്ടല്ലോ, അവരാരും വന്നില്ലല്ലോ. അപ്പോ നമുക്ക് ജനറലി നമുക്കറിയാം, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഈ പീഡനകാലത്തിന്റെ അവസാനത്തിലായിരിക്കും സംഭവിക്കുക. അതിനുള്ളതായിരിക്കുന്ന ഏകവാക്യം നമുക്കറിയാവുന്ന വാക്യം 12-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളാണ്. അബ്രഹാമിനെ പറ്റിയും ആ പിതാക്കന്മാര് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവരെ പറ്റിയും കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയണേ, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണെന്നൊരു അല്ല, മരണം എന്ന് പറയുന്നത് മരിച്ചവരുടെ ദൈവമല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിന്റെ അർത്ഥം മരിച്ചവര് എന്ന അർത്ഥം എന്ന് വെച്ചാൽ അത് 2-ാം മരണത്തെക്കുറിച്ചും ആവാൻ സാധ്യതയുണ്ട്. ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ ഈ എല്ലാ വിശുദ്ധന്മാരും മരണം കഴിയുമ്പം അവര് ജീവിച്ചിരിക്കുകയാണല്ലോ. അവർ മരിച്ച് മൺമറഞ്ഞു പോകുന്നില്ലല്ലോ. നമ്മള് 2-ാം മരണത്തിന് പിന്നെ നമ്മള് 2-ാം മരണത്തിലേക്ക് പോകുന്നുമില്ലല്ലോ. അതെ, ആത്മാവ് ജീവിച്ചിരിക്കുക. നമുക്ക് ഇന്ന് 9-ാം അധ്യായം തീർക്കണമല്ലോ അല്ലേ? ഞാൻ 24-ാം വാക്യം നമ്മൾ പഠിച്ചതാണെങ്കിലും ആ വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 24-ാം വാക്യം നമ്മള് പഠിച്ചപ്പോ ആ വാക്യം മലയാളത്തിൽ വായിച്ചാൽ അല്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ 24-ാം വാക്യത്തിൽ 25-ാം വാക്യം അത് വായിക്കുമ്പം യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലം തന്നെ പണിയും വീണ്ടും പണിയും എന്നാണ് മലയാളത്തിൽ. അത് വായിച്ചാൽ നമ്മൾ ഓർക്കും ഇത് ഈ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ടാണ് അതോ അതിനോട് ചേർന്നാണ് ഈ വീതിയും കിടങ്ങുമായിട്ട് പണിയുന്നത് എന്നുള്ളത്. KG തോമസ് എന്ന് പറയുന്ന കർത്തദാസനെ നമുക്ക് അനേകർക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, പ്രായമായവർക്കൊക്കെ അറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ബാജിച്ചായന്റെ ഫാദറിന്റെ ജ്യേഷ്ഠനാണ് KG തോമസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഈ കേരളക്കരയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിരിക്കും ദൈവദാസന്മാരിൽ KG കുര്യച്ചൻ, KG തോമസ്, KV സൈമൺ, ഇവരൊക്കെ വളരെ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരായിരുന്നു. അദ്ദേഹം ഈ ഭാഗം തന്റെ ഇസ്രയേലും ലോക രാഷ്ട്രങ്ങളും എന്നുള്ളതായിരിക്കുന്ന പുസ്തകത്തിൽ താൻ ഈ വാക്യം ഇങ്ങനെയാണ് വാസ്തവത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്ന് താൻ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: അതുകൊണ്ട് അറിഞ്ഞ് ഗ്രഹിക്കേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെയും 7ഉം 62 ഏഴുകളുമാണ്. നമുക്കറിയാം ആഴ്ചവട്ടം എന്നുള്ളതിന് 7 എന്ന 7 എന്നാണ് പറയാം. വീതിയും കിടങ്ങുമായി വീണ്ടും കഷ്ടകാലത്ത് തന്നെ പണിയും. 26-ാം വാക്യം 62 ഏഴുകളുടെ ശേഷം മശീഹ ഛേദിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ വീതിയും കിടങ്ങുമായി വീണ്ടും കഷ്ടകാലത്ത് തന്നെ പണിയും എന്നുള്ളത് വാസ്തവത്തിൽ മൂല ഭാഷയിൽ 62 ആഴ്ചകളോട് ചേർത്തല്ല പറഞ്ഞിരിക്കുന്നത്. 7ഉം 62 കഴിഞ്ഞിട്ടാണ് വീതിയും കിടങ്ങുമായിട്ട് അതിനെ കഷ്ടകാലത്ത് തന്നെ വീണ്ടും പണിയും എന്നുള്ളത്.
നമുക്കറിയാം വീഥിയും കിടങ്ങുമായിട്ട് കഷ്ടകാലത്ത് തന്നെ പണിയുന്നത് അത് ആദ്യത്തെ 7 ആഴ്ചവട്ടക്കാലം അഥവാ 49 വർഷങ്ങൾക്ക് ഉള്ളിലാണ് എന്നുള്ളതാണ്. മലയാളത്തിൽ അതല്പം മിക്സപ്പ് ഉണ്ട്. ഈ വാസ്തവത്തിൽ ഇവിടെയും നമ്മൾ വായിച്ചാൽ അത്ര ക്ലിയർ ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ 7 ആഴ്ചകളിൽ 7 വീക്സിൽ ആദ്യത്തെ 7 ആഴ്ചകളിൽ അഥവാ 49 വർഷം ആ വർഷം കൊണ്ടായിരിക്കും ഇതിനെ വീഥിയും കിടങ്ങുമായിട്ട്. വീഥി എന്ന് പറയുന്നത് നഗരത്തെയും, കിടങ്ങ് എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസ് സിസ്റ്റമാണ്. വാളിന് അഥവാ മതിലിന് വെളിയിൽ അവരുണ്ടാക്കുന്നതായ കിടങ്ങ്, ഇതെല്ലാം അവരുണ്ടാക്കി എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചാർട്ട് നിങ്ങളുടെ തരാം. മോൻ ആരെങ്കിലും വന്ന് ഇതൊന്നും എടുത്തോളൂ, എല്ലാവർക്കും കൊടുത്തേ. മോനെടുത്ത് വാ രണ്ടുപേരും കുഴപ്പമില്ല. മോനും കൊടുക്കും കുറച്ച്. ആർക്കെങ്കിലും ഇതിന്റെ വാട്സാപ്പിൽ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സൂമിലുള്ളവർക്ക് കോപ്പി വേണമെങ്കിൽ കോപ്പി തരാം. അല്ലെങ്കിൽ വാട്സാപ്പിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം, പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഇതൊന്ന് നിങ്ങളെ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. അവിടെ വെച്ചോ മോൻ. പെട്ടെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് നോക്കിയാൽ ഓക്കെ. നമ്മൾ 25-ാമത്തെ വാക്യം നോക്കിയാൽ 25-ാമത്തെ വാക്യം, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ ആദ്യത്തെ ഭാഗത്താണ് അർത്ഥകശഷ്ട ലോഞ്ചിമാനസ് എന്ന് പറയുന്നതിന് രാജാവ് താൻ നെഹമ്യാവിന് കൊടുക്കുന്നതായിരിക്കുന്ന നഗരം പുതുക്കി പണിയാനുള്ളതായിരിക്കുന്ന കൽപ്പന, അത് സംഭവിക്കുന്നത് മാർച്ച് 14 BC 445. നിങ്ങൾ ഇവിടെ നോക്കിയാൽ ലേസർ പോയിന്റ് കാണാലോ അല്ലെ? മാർച്ച് 14 BC 445. നെഹമ്യ 2-ാം അധ്യായത്തിൽ കമാൻഡ് ടു റീസ്റ്റോർ ജെറുസലേം 445 BC മാർച്ച് 14. അവിടെ തുടങ്ങി മസയ ദ പ്രിൻസ് എൻറിങ് ജെറുസലേം ഓൺ എ കോൾട്ട്. സെക്കരിയ പ്രവചനത്തിലും അതുപോലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. കർത്താവായ യേശു ക്രിസ്തു താൻ ഒരു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് പോകുന്നതായ രംഗം, അതുവരെയുള്ളതായിരിക്കുന്ന പീരീഡാണ് വാസ്തവത്തിൽ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടവും. 69 ആഴ്ചവട്ടം അല്ലെങ്കിൽ 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 49 വർഷം, 62 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 434 വർഷം, ടോട്ടൽ 483 വർഷം എന്ന് പറയുന്നത് 483 years എന്ന് പറയുന്നത്. The command to restore Jerusalem, that was in March 14 BC 445, to Messiah the prince entering Jerusalem on a colt. ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഭുവായിട്ട്, രാജാവായിട്ട്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ജനിച്ചതോ തന്റെ ജീവിതമോ മരണമോ അല്ല ഇവിടുത്തെ വിഷയം. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓർത്തോളം കർത്താവായ യേശു ക്രിസ്തു രാജാവ് എന്നുള്ളതാണ് ഈ ഭാഗത്തെ വിഷയം. അത് 49 + 434 483 years, 69 വർഷം, 69 weeks, 7 + 62 69 weeks. That is equal to 1,73,880 days. According to Sir Robert Anderson, that is from March 14 BC 445 to April 6 AD 32. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുന്നുണ്ട്, AD 32 എന്ന കാര്യത്തിൽ അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. കാൽക്കുലേഷൻസ് വളരെ കറക്റ്റ് ആണ്, പക്ഷെ AD 32 എന്നുള്ളതിൽ അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു, ഡയോനിസ് എക്സിഗസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു റോമൻ മോങ്ക്, ഒരു റോമൻ സന്യാസി, താനാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ രൂപകൽപ്പന ചെയ്ത്. താൻ രൂപകൽപ്പന ചെയ്തപ്പോ
താനിങ്ങനെ പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു ജനനത്തെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവിടെ ആണ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് എന്ന് പറഞ്ഞ് AD 1 പുള്ളി ഫിക്സ് ചെയ്തു. പക്ഷെ ഫിക്സ് ചെയ്തപ്പോൾ വാസ്തവത്തിൽ ഒരു 4 വർഷത്തെ 4 വർഷയുടെ പുറകോട്ട് വേണമായിരുന്നു ഫിക്സ് ചെയ്യാൻ. 4 വർഷം മുമ്പിലോട്ടായിപ്പോയി. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഹെരോദ രാജാവ് മരിക്കുന്നത് BC 4 തന്റെ കണക്ക് പ്രകാരം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലുള്ളപ്പോൾ തന്നെ ഹെരോദ രാജാവ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ നോക്കിയാൽ വാസ്തവത്തിൽ AD 1 അതിനൊരു 4 വർഷമെങ്കിലും കുറഞ്ഞത് 4-5 വർഷമെങ്കിലും പുറകോട്ട് വേണമായിരുന്നു വരാനായിട്ട്. പക്ഷെ അതുകൊണ്ട് ഇത് വ്യത്യാസം വരുന്നില്ല കേട്ടോ. വ്യത്യാസം വരാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ BC 445 എന്നുള്ളത് 4 വർഷം പുറകോട്ട് പോകും അല്ലേ. നമ്മൾ പുറകോട്ട് എടുക്കുമ്പോൾ BC 445 ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണ് പുറകോട്ട് പോകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുമ്പോ ഈ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. 1,73,880 ഡേയ്സ് എന്നുള്ളത് കറക്റ്റ് ആണ്. ആ ദിവസമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് വന്നത്. അത് കൃത്യമാണ്, അതിന് യാതൊരു സംശയമില്ല. ഇന്ന് വരെയും ആരും വാസ്തവത്തിൽ പണ്ഡിതന്മാർ ആ കാൽക്കുലേഷനെ എതിർത്തിട്ടില്ല. ഉള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അത് AD 32 ആകാം, AD 28. ഈ കാൽക്കുലേഷൻ AD 28 ആണെങ്കിൽ പുറകോട്ട് പോകുമ്പോൾ BC 4 കർത്താവിന്റെ ജനനം വരണമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം പുറകോട്ട് ഇച്ചിലൂടെ കർത്താവിന്റെ ജനനം വരണമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോ സർ റോബർട്ട് ആൻഡേഴ്സന്റെ കണക്ക് പ്രകാരം AD 32 April 6. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു താൻ രാജാവായിട്ട് കഴുതപ്പുറത്ത് പോകുന്നതായിരിക്കുന്ന ആ ദിവസമാണ് കൃത്യമായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ കണ്ടു ഈ വര എന്ന് പറയുന്നത് മസേ ദ പ്രിൻസ് എൻട്രിങ് ജെറുസലേം ഓൺ എ കോൾട്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം സംഭവിക്കേണ്ടത് 26-ാം വാക്യത്തിലാണ്. അതാണ് മസയ ടു ബി കട്ട് ഓഫ്. കർത്താവായ യേശു ക്രിസ്തു ഷുഡ് ബി കട്ട് ഓഫ്. ആൻഡ് അതിനുശേഷം ഉടനെ സംഭവിക്കേണ്ടതാണ് AD 70 ഡിസ്ട്രക്ഷൻ ഓഫ് ദ സിറ്റി ആൻഡ് ടെമ്പിൾസ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം തുടങ്ങി റാപ്ചർ ഓഫ് ദ ചർച്ച് വരെയുള്ള സമയം ചർച്ച് ഏജ് ഓർ ദ ഗ്രേസ്, ഏജ് ഓഫ് ഗ്രേസ്, ചർച്ച് സഭായുഗം എന്നുള്ളതാണ്. അത് 9:26 കണ്ടോ. 62-ാം ആഴ്ചവട്ടവും 70-ാം ആഴ്ചവട്ടവും 69 ആഴ്ചവട്ടവും 70-ാം ആഴ്ചവട്ടം ഇടയ്ക്കുള്ളതായിരിക്കുന്ന പീരീഡ് ആണ് ചർച്ച് ഏജ്. അതാണ് വാക്യം 26. അത് ഈ 70 ആഴ്ചവട്ടത്തിന്റെ അകത്ത് ഇല്ലാത്തതായിരിക്കുന്ന ഒരു പീരീഡ് ആണ്. റാപ്ചർ ഓഫ് ചർച്ച് കഴിഞ്ഞിട്ട് അല്പസമയം, അധികം താമസിക്കത്തില്ല, ഉടനെയല്ല, ഒരു ഇത്തിലൂടെ കഴിയുമ്പോഴാണ് നമുക്കറിയാം യഹൂദനുമായിട്ടുള്ളതായിരിക്കുന്ന പീസ് ട്രീറ്റി ഉണ്ടാവണം. അതിനുശേഷമാണ് 7 വർഷക്കാലം അഥവാ 1 വീക്ക് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. 1 വീക്ക് ട്രിബുലേഷനിൽ പകുതി ഉണ്ട്. ഇവിടെ പകുതി കഴിയുമ്പോഴാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ. 9:27 കാണാനായിട്ട് കഴിയും ട്രിബുലേഷൻ പീരീഡ്. അതിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ അത് വാസ്തവത്തിൽ ഞാൻ നോക്കിയിട്ടോ. നമ്മള് പീഡനകാലം എന്ന് പറയും. വാസ്തവത്തിൽ മലയാള ബൈബിളിൽ പീഡനകാലം എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, കഷ്ടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ കുറെ സമയം തപ്പി നോക്കി എവിടെ പീഡനം എന്ന് എഴുതി വെക്കുന്നത്. വാസ്തവത്തിൽ കഷ്ടം എന്ന് മഹാകഷ്ടം അല്ല, വലിയ കഷ്ടം എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൽ. ഇംഗ്ലീഷ് ട്രിബുലേഷൻ തന്നെ, ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈം, അല്ലെ യാക്കോബിന്റെ കഷ്ടകാലം എന്നും മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഈ 7 വർഷക്കാലത്തിന്റെ പകുതിയിലാണ്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നാണ് ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച, കിങ്ഡം ഏജ് ഓർ മില്ലേനിയം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ചാർട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മനസ്സിലാവാനായിട്ട്. 7 വീക്സ്, അത് കഴിയുമ്പോൾ കംപ്ലീഷൻ ഓഫ് ദ ബിൽഡിംഗ് പ്രോഗ്രാം. 7 ആഴ്ച കഴിയുമ്പോൾ കംപ്ലീഷൻ ഓഫ് ദ ബിൽഡിംഗ് പ്രോഗ്രാം. പിന്നെ 62 ആഴ്ച, ടോട്ടൽ 69 ആഴ്ച, 1,70,880 ദിവസം, അല്ലെ 483 ഇയേഴ്സ്. 483 ഇയേഴ്സ് കഴിയുമ്പോൾ മസേ ദ പ്രിൻസ് ഹാസ് ടു എൻ്റർ ഇൻ ടു ജെറുസലേം ഓൺ എ കോൾട്ട്. അതിനുശേഷം ദ മസേ ടു ബി കട്ട് ഓഫ്, ആൻഡ് ദെൻ AD 70 ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ, and then the church age, which is now going on, and then the rapture of the church will happen at the end of the church age. And then not immediately but very soon after that there will be the peace treaty, and peace treaty odu anubandhichu thanne then immediately the tribulation starts. Half of the period, then in the half of the period great tribulation starts. Great tribulation 927. And then glorious appearance of Christ
and 1,000 years or kingdom age or millennium age. നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും വാസ്തവത്തിൽ 7 വർഷം എന്നുള്ളത് ഈ 1 വീക്ക് ഈ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതൊരു വാക്യമാണ്. കാര്യം അവിടെ മാത്രമേ ഉള്ളൂ ഈ പീഡനകാലം 7 വർഷമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറൊരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം പീഡനകാലം 7 വർഷമാണ് എന്ന് നമ്മൾ കൈയടിച്ച് പറയാനായിട്ട് നമുക്ക് ഇടയാകുന്നത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഉള്ളത് കൊണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ സമയം വളരെ വേഗം പോകുന്നതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി വാക്യം 26-ലേക്ക് നമ്മൾ വരിക. 26 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ 26-ാമത്തെ വാക്യം. നമ്മൾ കണ്ടതുപോലെ ഇപ്പൊ കണ്ടതുപോലെ തന്നെ 62 ആഴ്ച, 7 ആഴ്ച പ്ലസ് 62 69 ആഴ്ചയ്ക്കും 70 ആഴ്ചയ്ക്കും ഇടയ്ക്കുള്ളതായിരിക്കുന്ന പാരന്തറ്റിക്കൽ പീരീഡ് ആണ് 26-ാമത്തെ വാക്യം. അത് സഭാ കാലയളവാണ്. ഈ കാലത്തിന്റെ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, അഭിഷിക്തൻ ഛേദിക്കപ്പെടണം എന്നുള്ളതാണ്. അഭിഷിക്തൻ ഛേദിക്കപ്പെടണം എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ ലോകരക്ഷിതാവ് എന്ന നിലയിലല്ല, ഇവിടെ ദാനിയേൽ തന്നെ അവതരിപ്പിക്കുന്ന രാജാവ് എന്ന നിലയിലാണ്. ഒന്ന്, മശിഹ ടു ബി കട്ട് ഓഫ് ഓർ മസയ ടു ബി കട്ട് ഓഫ്. അവിടെ കട്ട് ഓഫ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വയലന്റ് ഡെത്ത് എന്ന അർത്ഥത്തിലാണ്. വയലന്റ് ഡെത്ത് എന്ന് വെച്ചാൽ വളരെ ശക്തമായിരിക്കുന്ന, തീവ്രമായിരിക്കുന്ന ഒരു മരണം അഭിഷിക്തൻ അനുഭവിക്കണം എന്നാണ് ഇവിടെ. വയലന്റ് ഡെത്ത് എന്നാണ് അഭിഷിക്തൻ ഛേദിക്കപ്പെടണം അഥവാ കട്ട് ഓഫ് എന്നതിന്റെ അർത്ഥം വയലന്റ് ഡെത്ത് എന്നാണ്. രണ്ടാമത്, അവന് ആരും ഇല്ലെന്ന് വരും. നമ്മൾ സാധാരണ പെട്ടെന്ന് ഓർത്തും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ അവൻ ആരുമില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കിങ് ജെയിംസ് വേർഷൻ എഴുതിയിരിക്കുന്ന ബട്ട് നോട്ട് ഫോർ ഹിംസെൽഫ്, NIV and most are translations and will have nothing എന്ന് എഴുതിയേക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: മശിഹ എന്ന നിലയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ പെട്ടെന്ന് മരിക്കുക. കർത്താവായ യേശു ക്രിസ്തു മശിഹ എന്ന നിലയിൽ യെരുശലേമിലേക്ക് കടന്നുപോയി അവൻ വളരെ വേഗം അവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവന്റെ ഈ രാജ്യം, അവൻ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന രാജ്യം, അത് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവൻ ആരുമില്ല എന്നാണ് ഇവിടെ ദാനിയേൽ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ ആരുമില്ല എന്നുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിക്കാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന തന്റെ രാജ്യം അത് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്രൈസ്റ്റ് ഡിഡ് നോട്ട് എസ്റ്റാബ്ലിഷ് എ കിങ്ഡം ഇൻ ദ വേ പീപ്പിൾ എക്സ്പെക്റ്റഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോ അവൻ യഹൂദന്മാരുടെ രാജാവായിട്ടാണ് വന്നത്, അല്ലേ? നമുക്കറിയാം ലൂക്കോസ് സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ദൂതൻ മറിയോട് പറയുമ്പോൾ അവിടെയും, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം എനിക്ക് 2-ാം അധ്യായത്തിലാണ് തോന്നുന്നു, ഇവിടെയൊക്കെ കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ടാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ എന്നാണ് 2-ാം അധ്യായത്തിലാണ് തോന്നുന്നു അവിടെ ആട്ടിടയന്മാർ ചോദിക്കുന്നല്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ. അത് വിദ്വാൻമാർ ചോദിക്കുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 2-ാം അധ്യായം തോന്നുന്നു, അവിടെ വിദ്വാൻമാർ അവിടെ ചോദിച്ചു ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിച്ചു, യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷത്തിൽ അവിടെ 1-ാം അധ്യായത്തിൽ അവിടെ നമ്മള് ദൂതൻ മറിയയോട് 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദൂതൻ ഈ വിഷയം മറിയയോട് പറയുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് താൻ രാജാവായിട്ട് ആണ് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ക്രിസ്തു എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു രാജ്യം ഈ ഭൂമിയിൽ താൻ സ്ഥാപിച്ചില്ല. ക്രൈസ്റ്റ് ഡിഡ് നോട്ട് എസ്റ്റാബ്ലിഷ് എ കിങ്ഡം ഇൻ ദ വേ പീപ്പിൾ എക്സ്പെക്റ്റഡ്. When he left, there were no kings or princes from his family to rule the Jews or the world. Since Jews rejected his kingship, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് എന്താ? സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അത് ഏത് കൈക്കൊള്ളാനയ്യ?
കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, മശിഹ എന്നുള്ളതായിരിക്കുന്ന കർത്താവിന്റെ രാജ്യത്വം സ്വന്തക്കാരെ കൈക്കൊണ്ടില്ല, അഥവാ യഹൂദന്മാർ കൈക്കൊണ്ടില്ല. സോ സിൻസ് ദേ ഹാവ് റിജക്റ്റഡ് ദ കിങ്ഷിപ്പ്, ഇറ്റ് വാസ് പോസ്റ്റ്പോൺഡ് ഫോർ ദ മില്ലേനിയം. അത് മില്ലേനിയയിലേക്ക് മാറ്റപ്പെട്ടു. ദിസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ചർച്ച് കംപ്രൈസിങ് ജൂസ് ആൻഡ് ജെന്റൈൽസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് തോന്നും, അങ്ങനെയാണെങ്കിൽ അവര് കർത്താവിനെ അംഗീകരിച്ചായിരുന്നെങ്കിൽ സഭ രൂപീകൃതമാകുമായിരുന്നോ എന്നുള്ള ചോദ്യം. അത് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വാസ്തവത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ രാജാവായിട്ടാണ് വന്നത്. ബട്ട് ഹി കുഡന്റ് എസ്റ്റാബ്ലിഷ് എ കിങ്ഡം. Jews rejected him, therefore the kingdom being postponed for the millennium എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമ്മൾ വായിച്ചു, കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവിടെ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ളതാ. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്കറിയാം അന്തിക്രിസ്തു എന്ന് പറയുന്നത് പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് വേണം അന്തിക്രിസ്തു വരുവാൻ എന്നുള്ളത്. ഈ ഭാഗത്തും ദാനിയേൽ പ്രവചനത്തിൽ വീണ്ടും 2-ാം അധ്യായം തുടങ്ങി വീണ്ടും നമുക്ക് അത് കാണാനായിട്ട് കഴിയും. അന്തിക്രിസ്തു അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഹി ഹാസ് ടു ബി ഫ്രം ആൻ എർസ്റ്റ്വൈൽ റോമൻ എംപയർ എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെയും അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്ന അന്തിക്രിസ്തുവാണ്. അവന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. AD 70 തീത്തോസിന്റെ സൈന്യം, തീത്തോസ് സൈന്യാധിപനായിരിക്കുമ്പോ എന്ന് വെച്ചാൽ രാജാവായിട്ടില്ല. ആ സമയത്ത് ടൈറ്റസ് രാജാവാകുന്നതിന് മുമ്പ് താൻ വന്ന് യെരുശലേമിനെ നിരോധിക്കുകയും യെരുശലേമിനെ ആക്രമിക്കുകയും ചെയ്തു. ജോസഫസ് ഫ്ലാവിയസ് എന്ന് പറയുന്നതായിരിക്കുന്ന യഹൂദ എഴുത്തുകാരൻ, അദ്ദേഹം വാസ്തവത്തിൽ പിൽക്കാലത്ത് അദ്ദേഹം റോമൻ സാമ്രാജ്യത്തോട് തന്റെ റോമൻ സാമ്രാജ്യത്തോട് മാറ്റി. താൻ യഹൂദനാണ്. യഹൂദന്മാരോടായിരുന്നു ആദ്യം റോമാക്കാരുടെ എതിർപ്പായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് തന്റെ സൗകര്യാർത്ഥം താൻ റോമൻ ഭരണത്തോട് അനുകൂലിച്ചു. അങ്ങനെ അനുകൂലിച്ചപ്പോ തീത്തോസിന് അനുകൂലമായിട്ട് താൻ രേഖപ്പെടുത്തിയതാണ് എന്ന് വിചാരിക്കുന്നു. തീത്തോസിന്റെ അറിവ് കൂടാതെയാണ് ദേവാലയം നശിപ്പിച്ചത് എന്ന് തന്റെ പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തി. ഒരു പടയാളി അങ്ങനെ ഒരു പന്തം കൊളുത്തി എറിഞ്ഞപ്പോ ഈ ദേവാലയം ചുട്ട് ചാമ്പലാകാനിടയായി. കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം എല്ലാവരും ഈ കല്ലുകളൊക്കെ മാറ്റിയിട്ട് ആ കല്ലുകളുടെ ഉള്ളിൽ നിന്ന് അവിടെയുള്ളതായിരിക്കുന്ന സ്വർണവും മറ്റ് കാര്യങ്ങളൊക്കെ അവര് എടുക്കാനായിട്ടിടയായി. അപ്പം അത് തീത്തോസ് അറിഞ്ഞുകൊണ്ടല്ല എന്ന് പ്രചരിപ്പിച്ചത്, എഴുതിയത് ഈ ജോസഫസ് എന്ന് പറയുന്നതായിരിക്കുന്ന എഴുത്തുകാരനാണ്. പക്ഷെ അത് പലരും വിശ്വസിക്കുന്നില്ല. വാസ്തവത്തിൽ തീത്തോസും അവന്റെ സൈന്യവും ഈ ദേവാലയം നശിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാനിയേൽ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം എന്നുള്ളതാണ്. അപ്പൊ വരുവാനിരിക്കുന്ന പ്രഭു താൻ അവിടെ നിന്നായിരിക്കും താൻ റോമൻ ഭരണക്രമത്തിൽ നിന്നായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമ്മൾ വായിക്കുന്നു അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. ഇവിടെ പ്രളയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യുദ്ധം നമുക്കറിയാം. പ്രളയം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് അടിക്കുന്നതായിരിക്കും ഒരു വസ്തു അല്ലേ. പ്രളയം വളരെ ശക്തമായിട്ട് അടിക്കുന്നത്. അപ്പം പ്രളയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ യുദ്ധമാണ്. സോ ദ റോമൻ പ്രിൻസ് ഷാൽ ഫിനിഷ് ഹിസ് വാർ വിത്ത് ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്റ്റ്, ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ സിറ്റി ആൻഡ് ദ ടെമ്പിൾ. അതാണ് പ്രളയം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. നമ്മളോട് വായിക്കുന്നു അവന്റെ അവസാനം പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും എന്ന് വെച്ചാൽ സമ്പൂർണമായിട്ട് തീർത്ത് എടുക്കുന്നത് വരെ യുദ്ധമുണ്ടാകും. AD 70 യുദ്ധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആബ്സല്യൂട്ട് ടെർമിനേഷൻ അതല്ലേ, അവരെ തീർത്ത് കളയത്തക്കവണ്ണമുള്ളതായ യുദ്ധമായിരുന്നു AD 70 യുദ്ധം എന്നുള്ളത് അറിയാം. അതാണ് പ്രളയത്തോടെ ആയിരിക്കും, അവസാനത്തോളം യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിന്റെ കാഠിന്യം. ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, വാസ്തവത്തിൽ അവിടെ അവര് നശിപ്പിക്കാവുന്നതിന്റെ പരമാവധി നശിപ്പിച്ചു. പക്ഷേ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദനെ അവൻ നശിപ്പിച്ചു എന്നുള്ളത്. യഹൂദനെ
യെരുശലേമിൽ നമുക്കറിയാം, യെരുശലേമിലായിരുന്നല്ലോ ഇസ്രായേൽ, പലസ്തീനിലായിരുന്നല്ലോ യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അവരവിടെ തന്നെ ജീവിക്കുന്നവരായിരുന്നു. അവരെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറ്റാനായിട്ട് ഇടയായി എന്നുള്ളത്. അത് ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം യഹൂദനെ പൂർണ്ണമായിട്ട് ആ ഭാഗത്ത് നിന്ന് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം, ഒരു ചാർട്ട് കാണിച്ചു തരാം. 1918 60,000 യഹൂദന്മാരെ ഉണ്ടായിരുന്നുള്ളൂ ഇസ്രായേലില്, പലസ്തീനില്. 6 ലക്ഷം മറ്റുള്ളവരായിരുന്നു, യഹൂദന്മാരല്ലാത്ത മുസ്ലിങ്ങളും കുറച്ച് ക്രിസ്ത്യാനികളുമായിരുന്നു. 6 ലക്ഷം പേര്. 60,000 യഹൂദന്മാർ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കൂ, AD 70 ശേഷം യഹൂദന്മാരെ പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റപ്പെട്ടു എന്നാണ് നമുക്ക് വേണേൽ പറയാം, അല്ലെ? യഹൂദന്മാരെ പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടു. ഈ 60,000 യഹൂദന്മാർ എന്ന് വെച്ചാൽ വല്ല ആട്ടിടയന്മാരുടെ കൂട്ടുള്ളതായിരിക്കുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് മീനിയലായിട്ടുള്ളതായിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ബാക്കി ശേഷിച്ചവർ. അവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള. 1918 ആയപ്പോഴും, 18 എന്ന് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. 1914 മുതൽ 18 വരെയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. അതിനുശേഷം നോക്കിയപ്പോൾ 60,000 യഹൂദന്മാരും 6 ലക്ഷം മറ്റുള്ളവരും. 1947 ആയപ്പോഴത്തേക്ക് 6 ലക്ഷം യഹൂദന്മാരുണ്ടായി, 13 ലക്ഷം മറ്റുള്ളവരുണ്ടായി. 48 ഇസ്രായേൽ സ്ഥാപിതമായപ്പോ 7 ലക്ഷം യഹൂദന്മാരും, പക്ഷെ മറ്റുള്ളവർ 1.5 ലക്ഷമായിട്ട് കുറഞ്ഞു. 13 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായിട്ട് കുറഞ്ഞു. മറ്റുള്ളവര് പോയി എന്നുള്ളതാണ്. 48 അവിടെ നിന്ന് മറ്റുള്ളവരെല്ലാം പലായനം ചെയ്തു. അവിടുന്ന് അവരൊക്കെ പോകാനായിട്ട് 1948 ആ വർഷമാണ് അവിടെ ഇസ്രായേൽ സ്ഥാപിതമാകുന്നത്. 2023 ഇപ്പോൾ അവിടെ 72 ലക്ഷം യഹൂദന്മാരുണ്ട്, 26 ലക്ഷം മറ്റുള്ളവരുണ്ട്. 72 ലക്ഷം യഹൂദന്മാര് ഇന്ന് ഇസ്രായേലിലുണ്ട്. ഇന്ന് ആകെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 1,60,00,000 യഹൂദന്മാർ എന്ന പേരിലുള്ളത്. അതില് ഏതാണ്ട് പകുതി പേരേ ഉള്ളൂ ഇസ്രായേലില്. പകുതി പേര് ഇപ്പോഴും 65 തൊട്ട് 75 ലക്ഷം വരെ ആൾക്കാർ ഇപ്പോഴും USA. അപ്പം എത്ര പേര് ഇസ്രായേലിലുണ്ടോ അത്രയും പേര് തന്നെ ഓൾമോസ്റ്റ് USA അമേരിക്കയിലും ഉണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിലെ പോപ്പുലേഷനിൽ ഒരു ശരിയായ ശതമാനം, അവിടുത്തെ വലിയ ധനവാന്മാരായിരിക്കുന്ന ആൾക്കാർ എല്ലാം തന്നെ ഒരു നല്ല ശതമാനം ആൾക്കാരും യഹൂദന്മാരാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയാൻ വരുന്നത്, ഈ 1948 തിരിച്ചു വന്നു എന്ന് പറയുന്നതായിരിക്കുന്ന അഥവാ യഹൂദന്മാർ തിരിച്ചു വന്നു എന്ന് പറയുന്നത് പ്രോഫസിയുടെ ഫുൾഫിൽമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ പാർഷ്യൽ ഫുൾഫിൽമെന്റ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അറിയപ്പെടുന്ന യഹൂദന്മാരിൽ പോലും പകുതി പേരെ വന്നിട്ടുള്ളൂ, ബാക്കി പകുതി പേര് വന്നിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് പേര് ഫ്രാൻസിൽ 4 ലക്ഷം പേരുണ്ട്, പിന്നെ കാനഡ, UK ഒക്കെ ഒരു 3-4 ലക്ഷം പേരുണ്ട്, പിന്നെ അർജന്റീനയിൽ 2 ലക്ഷത്തിൽ താഴെ ആൾക്കാരുണ്ട്. പിന്നെ ഉള്ളവരൊക്കെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവര് ചിതറിപ്പാർക്കുകയാണ്. ഇതാണ് യഹൂദന്മാരെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ഏകദേശ കണക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറയാൻ വന്നത്, ശൂന്യമാകും എന്ന് പറഞ്ഞാൽ 1918 കേവലം 60,000 യഹൂദന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 1900 വർഷമായിട്ടും ആ സ്ഥലത്ത് യഹൂദന്മാര് ഇല്ലാതെ പോയി, ശൂന്യമാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി 27-ാം വാക്യത്തിലേക്ക് നമ്മൾ വരിക. 27-ാം വാക്യം, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരുടെ നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹന്നയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചെറുകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ആക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അതാണ് 27-ാമത്തെ വാക്യം. ഈ വാക്യം നമ്മുടെ ഈ ചാർട്ടിലുള്ള 7-ാമത്തെ വീക്ക്, 7th വീക്ക്, അഥവാ 9-ാം അധ്യായത്തിൽ 27-ാം വാക്യം 7th ലാസ്റ്റ് വീക്ക്, 7 years ഓർ 70th വീക്കാണ് നമ്മുടെ ഈ ചാർട്ടിലുള്ളതായിരിക്കുന്ന ലാസ്റ്റ് വീക്കാണ് ഈ 27-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കണ്ടതായിരിക്കും ഒന്നാമത്തെ കാര്യം, ഇവിടെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പീഡനകാലം 7 വർഷമായിരിക്കും എന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് 27. വാസ്തവത്തിൽ ഇവിടെ മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. വേറെ എങ്ങും 7 വർഷമാണ് എന്ന് ഒരു വീക്ക് അഥവാ 7 years എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധ്യമാകുകയില്ല. 7 വർഷം എന്നുള്ളത് മധ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമെങ്കിലും 7 വർഷം എന്നുള്ളത് ഇവിടെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അവൻ എന്ന് വെച്ചാൽ അന്തിക്രിസ്തു, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. കിങ് ജെയിംസ് വേർഷനിൽ ആൻഡ് ഹി ഷാൽ കൺഫേം ദ കവനന്റ്
വിത്ത് മെനി ഫോർ 1 വീക്ക് എന്ന്. മറ്റ് ട്രാൻസ്ലേഷനിൽ കൺഫേം ദ കവനന്റ് എന്നുള്ളതിന് ഫേം കവനന്റ്, സ്ട്രോങ് കവനന്റ്, ബൈൻഡിങ് ആൻഡ് ഇറിവോക്കബിൾ കവനന്റ് എന്നൊക്കെ രേഖപ്പെടുത്തി. എന്ന് വെച്ചാൽ മാറ്റിക്കൂടാത്തതായിരിക്കുന്ന, വളരെ കഠിനമായിരിക്കുന്ന, വളരെ ശാശ്വതമായിരിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കും. പലരോടും നിയമം ഉണ്ടാക്കും എന്നതിന് നാം മനസ്സിലാക്കിയിരിക്കുന്ന യഹൂദ ജനത്തോടാണ്, അഥവാ വിശ്വാസത്യാഗികളായിരിക്കുന്ന അന്നുള്ളതായിരിക്കുന്ന യഹൂദ ജനത്തോടായിരിക്കണം ഇവൻ ഈ അന്തിക്രിസ്തു അവൻ സമാധാന ഉടമ്പടി അവൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഈ ചാർട്ട് നോക്കിയാൽ അറിയാം, 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ട്രിബുലേഷൻ അഥവാ പീഡനകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഉണ്ടാവേണ്ട ആദ്യത്തെ സംഭവമാണ് ഈ സമാധാന ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണഗതി പറഞ്ഞു വരുമ്പം പറയും സഭ ഉൽപ്രാവണം ചെയ്തു കഴിഞ്ഞാൽ പീഡനകാലം എന്ന് പറയും. വാസ്തവത്തിൽ സഭ ഉൽപ്രാവണം ചെയ്യുന്ന പീഡനകാലം തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ, ആ ഗ്യാപ്പിൽ വേണം ഈ അന്തിക്രിസ്തു മുമ്പോട്ട് വന്നിട്ട് താൻ ഒരു സമാധാന ഉടമ്പടി തന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുവാനായിട്ട്, യഹൂദനുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകും. അപ്പോ സഭയുടെ റാപ്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംഭവിക്കേണ്ടതാണ്. പക്ഷെ സഭയുടെ റാപ്ചർ തുടങ്ങിയല്ല ഈ ട്രിബുലേഷൻ ആരംഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനിയും പക്ഷേ ഈ സമാധാന ഉടമ്പടി നമുക്കറിയാം 3.5 വർഷം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അവിടെ ഫേം കവനന്റ്, ബൈൻഡിങ് ആൻഡ് ഇറിവോക്കബിൾ എന്നൊക്കെ പറഞ്ഞാലും അത് കേവലം 3.5 വർഷക്കാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ, അത് എങ്ങനെയാ മനസ്സിലാവുന്നത്? ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹന്യയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും, അല്ലെ? ഹന്യയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും എന്ന് പറയാം. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ വീക്ക് ഹി ഷാൽ കോസ് ദ സാക്രിഫൈസ് ആൻഡ് ദ ഒബ്ലേഷൻ ടു സീസ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലൊക്കെ നമുക്കതിന്റെ റെഫറൻസ് കാണാനായിട്ട് സാധിക്കും. അവൻ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ അവിടെ ആ ഭാഗം നമുക്ക് നോക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 2-ാം അധ്യായത്തിലെ 3-4 വാക്യങ്ങൾ. ആരും ഏതു വിധേനെ നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച, ദൈവം എന്ന പൂജാവിഷയം എന്ന് ഉള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ എന്ന് ഇവിടെ 2-3 വാക്യങ്ങൾ കാണുക. അതുപോലെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ അന്തിക്രിസ്തുവിന്റെ പ്രതിമ ഈ ദേവാലയത്തിൽ സ്ഥാപിക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത് പോലെയുള്ളതായിരിക്കുന്ന അവിടെ കർത്താവ് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, അവിടെ 24-15 ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹന്യയാകും ഭോജനയാകും നിർത്തലാക്കി കളയും എന്ന് വെച്ചാൽ ആഴ്ചവട്ടത്തിന്റെ മധ്യേ വെച്ച് യഹൂദന്റെ സകല ആരാധനാക്രമങ്ങളും അവൻ നിർത്തലാക്കി കളയും. പിന്നീട് അവന്റെ യഹൂദനുള്ളതായിരിക്കുന്ന യാതൊരു ആരാധനാക്രമം, അവന്റെ സാക്രിഫിഷ്യൽ രീതി, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റും എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിക്കാനിടയായി. അപ്പം 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ പഠിച്ചല്ല, കാലങ്ങളെയും സമയങ്ങളെയും മാറ്റും എന്ന് വെച്ചാൽ യഹൂദന്റെ കാലങ്ങളെയും സമയങ്ങളെയും അവന്റെ നിയമങ്ങളെല്ലാം അവൻ മാറ്റാനായിട്ട് ഇടയാകും. അതിനുള്ള ബന്ധത്തിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, ഈ വാക്യം ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ദേവാലയം ഉണ്ടാവണം, അല്ലേ? അപ്പം 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയം വാസ്തവത്തിൽ നമ്മൾ ദൈവവചനം നോക്കിയാൽ അത് പണിയിക്കുന്ന കർത്താവായ യേശുക്രിസ്തു താൻ തന്നെയാണ്. സെക്കറിയ പ്രവചനം 6-ാം അധ്യായത്തിൽ അവിടെ മുള എന്നൊരുവനെ കുറിച്ച് പറയുന്നുണ്ട്. സെക്കറിയ പ്രവചനം 6-ാം അധ്യായത്തിൽ, അവിടെ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഞാൻ വായിക്കാം. സൈനികളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്ന, മുള എന്ന പേരുള്ള പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും, അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുക. അപ്പൊ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ ആയിരിക്കണം ഈ 1000 ആണ്ട് വാഴ്ചയിലുള്ളതായിരിക്കും ദേവാലയം പണിയാൻ. പക്ഷെ അതിനു മുമ്പ് ഒരു ദേവാലയം ഉണ്ടാവണം, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെ നിർത്താൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് പീഡനകാലത്തിന്റെ മധ്യത്തിൽ വെച്ച്
അവിടെ വെച്ച് ഈ ഇവൻ അവിടുത്തെ യാഗങ്ങളും ഒക്കെ നിർത്തലാക്കും. അവന്റെ ഐഡൽ, അവന്റെ വിഗ്രഹം അവിടെ വെക്കാൻ ഇടയാകും. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഈ 1000 ആണ്ട് പീഡനകാലത്തിൽ ഒരു ദേവാലയം ഉണ്ടാവണം. അതിന്ന് അവിടെ ഇല്ല. വാസ്തവത്തിൽ ഇന്ന് നോക്കിയാൽ, ഞാൻ കേൾക്കാനിടയായതാ, കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷേ ഇസ്രായേലിന്റെ കയ്യിൽ ഇന്ന് ഒരു ദേവാലയം പണിയണമെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പണിയാനുള്ളതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അത് കേട്ടോ, എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ അങ്ങനെ കേൾക്കാനിടയായി. യഹൂദന്റെ കയ്യിൽ ഇന്നൊരു ദേവാലയം പണിയണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ ആ സ്ഥലം ഒന്ന് കിട്ടിയാൽ മതി. അത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റിയോ എന്തെങ്കിലും സംഭവിച്ച് അവിടെയുള്ളതായിരിക്കുന്ന ആ സ്ഥലം അവർക്ക് ലഭിച്ചാൽ അത് ഫ്രീ ആയിട്ട് കിട്ടിയാൽ അവിടെ ചില മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടോ അവർക്ക് പണിയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു ദേവാലയം ആയിരിക്കും അവിടെ ഈ പീഡനകാലത്തിൽ ഉണ്ടാവുക. പക്ഷെ പീഡനകാലത്തെ ദേവാലയം നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ അത് നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ദേവാലയം പണിയണം. 2, പീഡനകാലത്തുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഒലിവുമലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാൽ ചവിട്ടുമ്പോൾ അത് 2ആയി പിളരുകയും വലിയ നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവും. അതിനെ ഈ ദേവാലയം എത്രത്തോളം അതിനെ എതിർത്ത് നിൽക്കും, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു ദേവാലയം ഉണ്ടാവും. അതിനു മുമ്പ് എന്തായാലും പീഡനകാലത്തിൽ ഒരു ദേവാലയം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ വേഗം നമുക്ക് നിർത്താം, നമ്മുടെ സമയം കഴിഞ്ഞു. 2-3 കാര്യങ്ങളോട് പറഞ്ഞാൽ മതി. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അതാ 27-ാം വാക്യത്തിൽ മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. മ്ലേച്ഛത എന്ന് പറയുന്നത്, അബോമിനേഷൻ എന്ന് പറയുന്നത് ഐഡൽസിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. അതിന്റെ ചിറകിന്മേൽ അതിന്റെ എന്ന് വെച്ചാൽ താൻ ദൈവം എന്നുള്ളതായിരിക്കുന്ന ആ പേരിൽ ആര് വരും? ശൂന്യമാക്കുന്നവൻ വരും എന്നുള്ളതാണ്. ശൂന്യമാക്കുന്നവൻ വരും എന്ന് വെച്ചാൽ അന്തിക്രിസ്തു, ഹി വിൽ കം ഹിംസെൽഫ് ആസ് എ ഗോഡ്, ദൈവമായിട്ട് ആണ് അവൻ വരിക. ഐഡൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Antichrist will bring his idol in the temple during mid-tribulation and he will himself pose as God. നിർണയിപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിന്റെ മേൽ കോപം ചൊരിയും. ഇവിടെ നിർണയിപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം, even until the consummation and the determination shall be poured upon the desolate. ഒന്ന്, നിർണയിപ്പെട്ടിരിക്കുന്ന സമാപ്തി, there will be a final ending, there will be a consummation, final ending, and that will be the coming of our Lord in the mid-air. അതുവരെ ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ശൂന്യമാക്കുന്നവന്റെ മേൽ എന്ന് പറയുന്നത് 2 രീതിയിലാണ് ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത്. ഒന്ന്, കിങ് ജെയിംസ് വേർഷനിലും മലയാളത്തിലും ഒക്കെ and the determination shall be poured upon the desolate എന്നാണ് കിങ് ജെയിംസ് വേർഷനിൽ. മലയാളത്തിൽ ഡിസലേറ്റ് എന്ന് വെച്ചാൽ ശൂന്യമാക്കുന്നതിന്റെ മേൽ എന്നാ. പക്ഷേ മലയാളത്തിൽ ശൂന്യമാക്കുന്ന, അതെങ്ങനെയാ മലയാളത്തിൽ എങ്ങനെയാ? ശൂന്യമാക്കുന്നവന്റെ മേൽ. ഇത് രണ്ടും ശരിയാണ്. ശൂന്യമാക്കുന്നതിന്റെ മേൽ എന്ന് പറയുമ്പം യഹൂദന്റെ മേൽ ദൈവത്തിന്റെ കോപം ചൊരിയും. നമുക്കറിയാം, ഈ പീഡനകാലത്തിൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് യഹൂദനെയാ. അപ്പൊ യഹൂദന്റെ മേൽ ചൊരിയും. അതാണ് കിങ് ജെയിംസ് വേർഷനിൽ ആൻഡ് ദാറ്റ് ഡിറ്റർമിനേഷൻ ഷാൽ ബി പോർഡ് അപ്പോൺ ദ ഡെസലേറ്റ് എന്ന് രേഖപ്പെടുത്തിയത് യഹൂദന്റെ മേൽ. അതേസമയം മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശൂന്യമാക്കുന്നവന്റെ മേൽ എന്ന് വെച്ചാൽ അത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ്. അന്തിക്രിസ്തുവിന്റെ മേലും ദൈവത്തിന്റെ കോപം അവസാനം വരെ ചൊരിയും എന്നുള്ളതാണ്. നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചു, 9-ാം അധ്യായം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, ലോകം വളരെ വേഗം അതിന്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ വിശുദ്ധന്മാരായ നമ്മൾ കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ ദൈവഭക്തിയോടെ, ദൈവാശ്രയത്തോടെ, ദൈവത്തോടടുത്ത് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ എത്രയോ അധികം നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കണം. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടവും ഈ സമയവും നമുക്ക് കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഭാഗം നമുക്ക് 9-ാം അധ്യായം തീർക്കുവാനായിട്ട് ഇടയായി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തോട് ഉണ്ടെങ്കിൽ നമുക്ക് അത് വാട്സപ്പിൽ നമുക്ക് അന്യോന്യം സംസാരിക്കാനായിട്ട് ഇടയാകും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.